നമസ്കാരം, വെൽക്കം ടു ടെക്കി മോം. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വീഡിയോസ് കാണാറുണ്ടോ? ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ഇത് നിങ്ങളുടെ സജഷനിൽ വന്നതും നിങ്ങൾ ഓപ്പൺ ചെയ്തതും. ലോ ഓഫ് അട്രാക്ഷൻ, മണി മാനിഫെസ്റ്റേഷൻ, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ എല്ലാം ശരിയാണ്, എല്ലാം ഇൻസ്പയർ ചെയ്യും. ഒരുപാട് വീഡിയോസ് കണ്ടു. പക്ഷേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയോ? ഇന്ന് നമ്മൾ ഇതാണ് ഡീപ്പായിട്ട് നോക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം. ഈ മാനിഫെസ്റ്റേഷൻ നീച്ചയിൽ ഒരു 90% ആളുകളും മണി മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു, റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുന്നു. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള വീഡിയോസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതും. എന്തിനാ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം പോലും ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് സജഷനായിട്ട് തരുന്നതും. സെയിം ടോപ്പിക്, സെയിം അഫർമേഷൻസ്, സെയിം കണ്ടന്റ്. ഇതിനകത്തൊക്കെ എല്ലാ വീഡിയോസിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അതിനകത്ത് ഒരു അവതരണ രീതിയിൽ മാത്രമായിരിക്കും മിക്കവാറും മാറ്റങ്ങളുള്ളൂ. ഇവിടെ പ്രശ്നം കണ്ടന്റ് അല്ല, ഈ കൺസെപ്ഷൻ സൈക്കിളാണ്. നമ്മൾ യൂട്യൂബ് എടുക്കുന്നു, ഒരുപാട് വീഡിയോസ് നമുക്ക് സജഷനായിട്ട് വരുന്നു. ഇപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് വീഡിയോകളായിരിക്കും നമുക്ക് സജഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നു, ഈ തരത്തിലുള്ള വീഡിയോസ് വരുന്നു, നമ്മൾ കാണുന്നു, ഫീൽ ഇൻസ്പയർഡ്, സേവ് ചെയ്യുന്നു, നെക്സ്റ്റ് വീഡിയോ കാണുന്നു. ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആക്ഷൻ ആ ഭാഗം സ്കിപ്പാകുകയാണ്, അല്ലെങ്കിൽ അതൊരു ഗ്യാപ്പായി. ഇതൊരു ഹ്യൂമൻ നേച്ചറാണ്. അതിനുള്ള കാരണം ഒന്നാമത്തേത് ഓവർ ഇൻഫർമേഷൻ. അതായത് നമ്മൾ കൂടുതൽ ഒരു 100 വീഡിയോസ് സെയിം ടോപ്പിക്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ ഇല്യൂഷൻ. അതായത് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എനർജി വരും, പക്ഷെ അതൊരു ടെമ്പററിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഈസി ഡോപ്പമൈൻ ട്രാപ്പ്. അതായത് അടുത്ത വീഡിയോ കാണുമ്പോൾ, അടുത്ത ആളുടെ ചാനൽ കാണുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു എന്ന് തോന്നൽ. അപ്പോൾ അടുത്തതിലേക്ക് ചാടും. അതുപോലെ നാലാമത്തത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നോ പേഴ്സണൽ സിസ്റ്റം. ഇതിനകത്ത് മോസ്റ്റ് ഓഫ് പീപ്പിൾസ് ഒരു പേഴ്സണൽ റുട്ടീൻ ബിൽഡ് ചെയ്യുന്നില്ല, ഒരു പേഴ്സണൽ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും നമ്മൾ ഭയങ്കര റെഗുലറായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരു മോട്ടിവേഷൻ വീഡിയോയോ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസോ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യില്ല. ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ആക്ഷൻ എടുത്തോ നമ്മുടെ ലൈഫ് മാറും. But the problem is most people trying to consume, not apply. ഇതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. യു ഡോണ്ട് നീഡ് 100 ടെക്നിക്ക്. ഒരു വീഡിയോ കാണുക, ഒരു ആക്ഷൻ എടുക്കുക. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോവുക. അതായത് അല്ലെങ്കിൽ ഒരു 24 hour റൂൾ. അതായത് ഇന്നൊരു വീഡിയോ കണ്ടു, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റെഡ്യൂസ് ഇൻടേക്ക്. ഒരു 100 വീഡിയോസ് ചിലപ്പോൾ സെയിം ടോപ്പിക് ആയിരിക്കും. മിക്ക യൂട്യൂബ്, എൻ്റെ ചാനലിലാണേലും ഇതൊക്കെ നമ്മൾ കുറേ ഈ സെയിം ടോപ്പിക്ക് ഇങ്ങനെ കുറേ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വീഡിയോ എല്ലാ ചാനലിലും സെയിം കണ്ടന്റ് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഒരു ചാനലിൽ തന്നെ ഈ സെയിം ടോപ്പിക്ക് ഇങ്ങനെ പല രീതിയിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെ ടൈം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു വീഡിയോ കാണുക, എന്നിട്ട് അതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അത് തന്നെയായിരിക്കും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അങ്ങനെ വെറുതെ അപ്ലൈ ചെയ്യുന്നു, വിടുന്നു, അങ്ങനെയല്ല. നമ്മളൊരു ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു ദിവസം തുടങ്ങുന്നു. അത് എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നത്, എങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺസ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ജേർണലിംഗ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണേലും അതൊരു ടൂള് മാത്രമാണ്. നമ്മുടെ ലൈഫിനൊരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം. ഇത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.